not understand the activity of God who does all things. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. ബൈബിൾ എടുത്തോ എല്ലാവരും? ആ ബൈബിളിലേക്ക് നോക്കി എല്ലാവരും ഒരുപോലെ ഉച്ചത്തിൽ ചേർന്ന് വായിക്കണേ. എല്ലാവരും സഭ ഒരുമിച്ച് വായിച്ചാട്ടെ. ഇന്ന് പകലിൽ വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. Let us be in the presence of the Lord with great hope. കഴിഞ്ഞ ഒരു 2-3 ആഴ്ച കർത്താവിൻ്റെ ഈ ഒരു വചനം പരിശുദ്ധാത്മാവ് വളരെ ഹൃദ്യമായി എൻ്റെ ഹൃദയത്തോട് ഇടപെടാനിടയായി. The Holy Spirit was really talking to me for the last 2 weeks on these verses. മക്കളെ, കുഞ്ഞുങ്ങളെല്ലാം എല്ലാവരും ദയവായി ആസഫ് മോനെ, ആസഫ്, can you come and sit here? അടുത്തൊരു 30 to 35 minutes എല്ലാവരും. ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട്, നമ്മുടെ വൈഭവം കൊണ്ട്, നമ്മുടെ പഠനം കൊണ്ട്, നമ്മുടെ തിരിച്ചറിവുകൾ കൊണ്ട് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. There are so many things in man's life that you can do or you know according to your own knowledge and wisdom. എന്നാൽ നമ്മുടെ ഈ ബുദ്ധി കൊണ്ട്, നമ്മുടെ ഈ ആലോചനകൾ കൊണ്ട് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുമുണ്ട്. There are many other things that we don't know with our knowledge and wisdom. ഒരു പാസ്റ്റർ എന്ന നിലയിൽ എനിക്കറിയാവുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. And as a pastor I know so many things. എന്നാൽ ഞാൻ ഒരു എഞ്ചിനീയർ അല്ലാത്തത് കൊണ്ട് ഒരു എഞ്ചിനീയറിംഗ് പ്രൊഫഷനിൽ ഉള്ളവരുടെ കാര്യങ്ങൾ എനിക്കറിയില്ല. And if I'm not an engineer, therefore I will not know what the professional engineers do. ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലാത്തത് കൊണ്ട് അതിനകത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. And because I'm not a medical professional, I don't understand the things that involves in the medical profession. പക്ഷേ മറ്റു ചില കാര്യങ്ങളിലും ദൈവശാസ്ത്രത്തെക്കുറിച്ച് ചോദിച്ചാൽ അങ്ങനെയുള്ള വിശകലനങ്ങൾ എനിക്ക് പറയാൻ കഴിയും. And if you talk about theology, about the God's word, yes, I would be able to. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്, നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളുണ്ട്. What I want to say is that there are certain things that I know and there are certain things I don't know. അപ്പോൾ പക്ഷേ ഒരു മനുഷ്യൻ ഒരിക്കലും ഇതുവരെ അറിയാത്ത കാര്യങ്ങൾ ഭൂമിയിലുണ്ട്. And there are some things that people have not even yet known about it. അതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. That's what we have read here. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയുന്നില്ല. And it says that where does the direction of the wind goes, and how is a child grown in a womb, nobody knows. മോഡേൺ സയൻസ് ഇത്രയൊക്കെ വികസിച്ചിട്ടും The modern science have grown up very much. ആ മോഡേൺ സയൻസിന് പോലും മറവായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. And these are secret things that even the modern science doesn't have. ടെക്നോളജി ഇത്രയൊക്കെ വലുതായിട്ടും The technology has grown. ടെക്നോളജിക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. And there are so many things that the technology cannot even find or do. അതാണ് ഈ സഭാപ്രസംഗി 11:5 നമ്മൾ വായിക്കുന്നത്. That's the reason we read in Ecclesiastes chapter 11 verses 5. ഒന്ന്, കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്ന് നമ്മൾ അറിയുന്നില്ല. One, we don't know the way of the spirit or the wind. രണ്ട്, ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് നമ്മൾ അറിയുന്നില്ല. And we also don't know how the bones grow in the womb of a woman. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പ്രകൃതിയുടെ സാധാരണ പ്രതിഭാസം പോലും നമുക്കറിയുന്നില്ല. That means it's the normal ways of the nature the people don't know. അത് നമ്മുടെ അറിവിന് അജ്ഞാതമാണ്. And that is is not known to us, the നമ്മുടെ human being. അറിവിന് ഗ്രഹിക്കാൻ കഴിയാത്തതാണ്. And we cannot even compare or even think about those things. നമ്മുടെ ബുദ്ധിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ്. And it is unreachable in our knowledge. നമുക്കറിയാം, ഭൂകമ്പങ്ങളെ അളക്കുന്ന ഉപകരണങ്ങളുണ്ട്. And there are many things that can take or measure the earthquake. ഭൂകമ്പങ്ങളുടെ മുൻപിൽ മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനങ്ങളുണ്ട്. There are instruments that can tell us that what if an earthquake is coming or എന്നാൽ ആ not. ഭൂകമ്പത്തെ ഒഴിവാക്കാനുള്ള സംവിധാനം ഇന്നുമില്ല. But to take away and take the directions away from the earthquake, we don't have any instrument. കാറ്റിന്റെ അളവ്
അളവ് അളക്കാൻ നമുക്ക് സംവിധാനമുണ്ട്. We have instruments to measure the wind. നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നതാണ്, ഇന്ന് 55 മൈൽ നോട്ടിക്കൽ മൈൽ കാറ്റ് വീശും, അതുകൊണ്ട് കടലിൽ ആരും പോകരുതെന്ന് പറയാറുണ്ട്. And we hear news is that this is the nautical miles that wind is going to flow, so don't go for fishing. എന്നാൽ ഈ കാറ്റിനെ തടയാൻ നമുക്ക് But we സംവിധാനങ്ങളില്ല. don't have anything that can stop this wind. കാറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ല. You don't know from where the wind is coming. കാറ്റ് എങ്ങോട്ട് പോകുന്നു എന്നറിയുന്നില്ല. And you don't know where the wind is അതെല്ലാം taking നമ്മുടെ into. ബുദ്ധിക്ക് അജ്ഞാതമാണ്. And they're all away from our knowledge. ഇതുപോലെയാണ് ഇവിടെ ഉയരുന്ന ചോദ്യങ്ങൾ. And this is the same question that happens in verses 5. സഭാപ്രസംഗി ചോദിക്കുക, And Ecclesiastes Jasmine, കാറ്റിന്റെ ഗതി എങ്ങോട്ടാണ്? do you know where the way of the Spirit is? ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് Do you know എങ്ങനെയാണ്? in the womb, how is the bone grown? നമുക്കറിയാം, ഒരു 2 വർഷം മുമ്പ് ഫ്ലോറിഡയിൽ സാധാരണമായ ഒരു കാറ്റടിച്ചു. And there was a wind that was blown in Florida. ഭയങ്കര ഒരു ഹറിക്കെയിൻ അവിടെ അടിച്ചു. And there was a hurricane there. എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിന്റെ അതുവഴിയാണ് ഈ ഹറിക്കെയിൻ വരുന്നത്. And my friend called me that this hurricane is going to pass by my house. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And you have to pray for me. കാരണം ഈ കാറ്റ് ഞങ്ങളുടെ വീട് വഴി വന്നാൽ ഞങ്ങളൊന്നും ഈ ഭൂമി കാണത്തില്ല. And if this hurricane comes past by my house, our house will not be there. അപ്പം ഭയങ്കരമായ മുന്നറിയിപ്പ് അവർക്ക് കൊടുത്തു. And they were all given directions അങ്ങനെ about that. അവരെല്ലാം ഷെൽട്ടറിലേക്ക് മാറ്റി താമസിപ്പിച്ചു. And they were all taken into shelters. എന്നാൽ അവരുടെ വീട് എത്തുന്നതിന് കുറെ മൈലുകൾക്ക് മുമ്പ്, And before their house was reaching, prior to their miles, പെട്ടെന്ന് ആ കാറ്റിന്റെ ഗതി മാറി. and we can see the direction of that hurricane changed. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, What I said in അമേരിക്ക summary, പോലെയുള്ള ഇത്ര വലിയ രാജ്യങ്ങൾക്ക് പോലും കാറ്റിന്റെ ഗതി എങ്ങോട്ടാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ the കഴിയുന്നില്ല. country like US cannot even change the direction of the hurricane. അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ അറിയുന്നില്ല. They don't know where does it come from and where it goes through. അതുപോലെ തന്നെയാണ് ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത്. That's the same thing. They don't know how the bone in a woman's womb is grown. മെഡിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സുമാർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. There are many nurses over here who are medically qualified. ആർക്കറിയാം എങ്ങനെയാണ് ഒരു ഗർഭസ്ഥ ശിശുവിൽ ഈ അസ്ഥികൾ ഉരുവായി വരുന്നത്? Who knows these? How does these bones grow in the womb? ഇവിടെ കൃത്യമായി ശലോമോൻ ചോദിക്കുക, And here is Solomon asking those questions. ആർക്ക് ഇതിന് ഉത്തരം പറയാൻ പറ്റും? Who can tell the answer of this? ആർക്ക് ഈ ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും? Who can give me an answer or find an answer for കാറ്റിന്റെ this? ഗതിയെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? Who is the person who knows the direction of the wind? അത് ഉരുവായി വരുന്നത് എവിടെ നിന്ന് കണ്ടെത്തുന്ന ആരെങ്കിലും ഉണ്ടോ? Is there anybody who knows from where does this start? ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനകത്ത് ഉരുവാകുന്ന അസ്ഥികൾ ഉരുവാകുന്നത് എവിടെയെന്ന് ആർക്കറിയാം? How does a person know how is the bone grown in a womb? പ്രത്യേകിച്ച് നമ്മുടെ ശരീര രൂപീകരണം തന്നെ ഒരു അത്ഭുതമല്ലേ? And is it not that the whole structure of our body and the growth is a miracle? മോനെ, വേറെ ഒരു അത്ഭുതവും നിങ്ങൾക്ക് കണ്ടില്ലേലും. And if you have not seen any miracle anyways, രാവിലെ പോയി നിങ്ങളുടെ മിററിൽ നിങ്ങൾ പോയി നോക്കണം. and you have to just look into your mirror early in the morning. എത്രയോ അത്ഭുതകരമായിട്ട് ദൈവം സൃഷ്ടിച്ചത്. How miraculously God has created us. ആർക്ക് ഇതിന് ഉത്തരം കണ്ടെത്താൻ കഴിയും? Who can find an answer for it? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു കരമേയുള്ളൂ, അത് ദൈവത്തിന്റെ കരമാണ്. There is a hand that is worked behind it. That's my God's hand. ഈ ശരീരത്തിന്റെ മെക്കാനിസം നിങ്ങൾ പഠിക്കണം. You have to understand the mechanism of your ഓരോ body. അവയവങ്ങൾ എങ്ങനെയൊക്കെയാണ് ജോയിൻ ആയി കിടക്കുന്നത്. How is each and every part of the body joined? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കരമില്ലേ? Is it not there is a hand that is working behind? ഞാൻ പറയാം, അത് മനുഷ്യന്റെ കരമല്ല. And I said it's not man's hand. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. And the hand behind it is God's hand. ശലോമോൻ ചോദിക്കുക, Solomon is asking, ഈ കാറ്റിന്റെ ഗതി ആർക്കറിയാം? who knows the way of the spirit or the direction? ഗർഭിണിയുടെ ഉദരത്തിലെ അസ്ഥികൾ ഉരുവായി വരുന്നത് ആർക്കറിയാം? How the bones do grow in the womb of her. അപ്പം ഇവിടെ ശലോമോനോടൊന്ന് ചോദിച്ചേ, Let us ask Solomon, എന്താ ശലോമോനെ നീ ഇങ്ങനെ പറയുന്നത്? why are you speaking like this? ശലോമോൻ പറയും, ശലോമോൻ ഒരു വലിയ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. And now Solomon is taking to a bigger portion. എന്താണ് വലിയ കാര്യം? What is the bigger thing? ദൈവ പ്രവൃത്തി എന്ന വലിയ കാര്യം. And it is God's miracle ചേർന്ന് work. കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. Let's praise God. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ആഗ്രഹിക്കുന്നതാണ് ദൈവപ്രവൃത്തി. And for you and for me, miracle thing is what should happen. ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുമ്പോഴും എന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി ഞാൻ കൊതിക്കുന്നുണ്ട്. And I am greedy
enough to find a miracle in my life. ഒരുപക്ഷെ കുടുംബത്തിൽ നിങ്ങൾ കൊതിക്കുന്നുള്ളവർ ഉണ്ടാകാം. Maybe you wanted a miracle in your family നിങ്ങളുടെ life. മക്കളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ കൊതിക്കുന്നുണ്ടാകാം. Maybe you want a miracle in your children's life. നിങ്ങളുടെ കുടുംബപരമായ കുടുംബാന്തരീക്ഷത്തിൽ ഒരു ദൈവപ്രവൃത്തി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാകാം. Maybe you want a miracle work in your family life. ഇന്ന് പകലിൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. Let me call it out today. കാറ്റിന്റെ ഗതി നമുക്കറിയത്തില്ലായിരിക്കാം. You don't know the direction of the wind. അസ്ഥികൾ ഉരുവായി വരുന്നത് നമുക്കറിയത്തില്ലായിരിക്കാം. You may not know the bones how they grow. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. What thing I can say? ഒരു ദൈവപ്രവൃത്തി നടക്കും നിശ്ചയം. Oh, that's for sure God's work will happen. ആമേൻ പറയാൻ ചങ്കൂറ്റുള്ള എത്ര പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്? How many people have courage to say amen? ഒരു ദൈവപ്രവൃത്തി നടക്കും നിശ്ചയം. There will be a God's work, that's for sure. കാറ്റ് കാണാത്തത് കൊണ്ട് കാറ്റില്ലെന്നാണോ? Do you think that you are not seeing a wind? That doesn't mean that there is no wind. നമ്മൾ കാറ്റ് കാണുന്നില്ല, പക്ഷെ കാറ്റില്ലെന്നാണോ? We are not seeing the wind. Does that mean there is no wind? ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവാകുന്നത് നമ്മൾ കാണുന്നില്ല, എന്നാൽ ഉരുവാകുന്നില്ലേ? We are not seeing how the bones is grown in the womb. Does that mean, is it not that the bone is grown? എല്ലാം അറിയണമെന്ന് ശഠിക്കരുത്. You should not think that everything is known by you. നമ്മുടെ പരാതി മൊത്തം കിടക്കുന്നത് ദൈവപ്രവൃത്തിക്കകത്താ. And our all complaint is in the midst of God's work. ആരെങ്കിലും കാറ്റ് കാണാത്തത് കൊണ്ട് ദൈവത്തോട് പരാതിപ്പെടാറുണ്ടോ? If you don't see a wind, do you say that there's no miracle? എന്നാലും ദൈവമേ നീ എന്താ പണിയാ കാണിച്ചത്? ഈ കാറ്റ് എവിടെ നിന്നാ വരുന്നെന്ന് എന്നെ ഒന്ന് കാണിക്കാൻ മേലായിരുന്നോ? ചോദിക്കാറുണ്ടോ ദൈവത്തോട്? Do we ask that, oh God, tell me where is the wind coming from? ഗർഭസ്ഥ ശിശുവിൽ അസ്ഥികൾ ഉരുവാകുന്നത് ഞാൻ കാണുന്നില്ല, എന്നാലും എന്നാ പണിയാ കർത്താവേ നീ കാണിച്ചെന്ന് ചോദിക്കാറുണ്ടോ ആരെങ്കിലും? Do we ask while seeing the bones grown? Do you ask to the God, why did you do like that? എന്നാൽ നമ്മുടെ പരാതി മൊത്തം ദൈവപ്രവൃത്തിക്കകത്താ കിടക്കുന്നത്. And our all complaint is in the midst of God's work. ദൈവത്തിന്റെ പ്രവൃത്തിയോട് നമ്മൾ കുറ്റം പറയാറുണ്ട്. Oh, we will always complain about God's work. എന്നാലും ഇതെന്താ എനിക്ക് സംഭവിക്കുന്നേ? Why does this happen to me? ദൈവം എന്നോട് പറഞ്ഞതല്ലേ, പക്ഷെ ഞാൻ ഇന്നും ഇങ്ങനെയാണല്ലോ. Oh, God told me, then why I am like this ഇന്ന് today? പകലിൽ എല്ലാം അറിയണമെന്ന് നീ ശഠിക്കരുത്. You should never be stubborn that you should know everything. എന്നാൽ ഒരു ദൈവപ്രവൃത്തി ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം. It doesn't mean there is no God's work. നീ പോലും അറിയാതെ ദൈവം അതിന്റെ പിന്നാമ്പുറത്ത് നിനക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. God is operating behind the scene for you. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഒരു ദൂതാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. Holy Spirit gave a message to me today. മുഴുവൻ പേരോടും, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരോടും ആത്മനിയോഗത്തിൽ ഞാനൊരു കാര്യം പറയാം. In spirit, I just wanted to tell to each and every person. നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, If you know or you don't know, നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും, if you listen and if you don't listen, നിങ്ങൾ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും, if you don't understand and if you don't understand, ഒരു ദൈവ പ്രവൃത്തി നിനക്ക് വേണ്ടി സംഭവിക്കുന്നുണ്ട്. there is a miracle work, God's work happening അത് behind. നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെന്ന് വരും. We may not be able to understand it. നമ്മുടെ ബുദ്ധിക്ക് ഒരുപക്ഷെ അജ്ഞാതമായിരിക്കും. Maybe we don't comprehend according to our knowledge. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് വരും. Maybe we don't understand. എന്നാൽ ഇന്ന് പകലിൽ ആത്മനിയോഗത്തിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. But today I am calling out in spirit. നിനക്ക് വേണ്ടി ബിഹൈൻഡ് ദ സീൻ ഒരു ദൈവ പ്രവൃത്തി നടക്കുന്നുണ്ട് നിശ്ചയം. There is a God's work that's happening behind the scene, and that's for sure. ഇന്ന് പകലിൽ വിശ്വസിക്കണം. You have to believe today. വിശ്വസിക്കണം. You have to be in faith today. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. God will work for me. യോബിന്റെ പുസ്തകം 10:8 അധ്യായം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. Job chapter 8 verses 10 we read like this. ഇങ്ങനെയാണ് യോബ് പറയുന്നത്. And this is how what he says. വായിച്ചാട്ടെ. നോക്കിക്കേ, യോബ് പറയുന്നതാണേ, നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിന്റെ കടാക്ഷം എന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. നോക്കിക്കേ, യോബ് പറയുന്ന ഒരു പദം ഇവിടെ പറയുന്നുണ്ട്.
Job is saying one of the word here. പ്രശ്നസങ്കീർണമായ പ്രതിസന്ധിയിലൂടെ യോബ് കടന്നു He പോകുകയാണ്. is going through a big trial, ഒരു വല്ലാത്ത സാഹചര്യങ്ങളിലൂടെ യോബ് കടന്നു and പോകും. his circumstances is really great. അവിടെ യോബ് പറയുന്ന ഒരു പദം, And this is what Job is saying. നിന്റെ കൈ എന്നെ ഉരുവാക്കി, Oh, your hand has fashioned me, എന്നെ മുഴുവനും ചമച്ചു, and you really together turn around നീ me, എന്നെ കളിമണ്ണ് കൊണ്ടെന്ന പോലെ മെനഞ്ഞു, and you have made me with clay, നീ എന്നെ പാലുപോലെ പകർന്നു, and then you made me dust again, തൈർ പോലെ എന്നെ ഉറ കൂടുമാറാക്കി, and thou hast not poured me out as milk and called me like cheese. ത്വക്കും മാംസവും എന്നെ ധരിപ്പിച്ചു, You clothed me with skin and flesh, അസ്ഥിയും ഞരമ്പും എന്നെ മെടഞ്ഞു, and bones and sinews you fenced me, ജീവനും കൃപയും എനിക്ക് തന്നു, and you gave me life and favor, എന്റെ ശ്വാസത്തെ നിന്റെ കടാശം കൊണ്ട് പരിപാലിക്കുന്നു, and you preserve my spirit through your visitation, ഇതെന്റെ ഉള്ളം നല്ലത് വണ്ണം and അറിയുന്നു. I know my heart knows it very well, അറിയണം, അതറിയണം. and my heart should know it. എന്റെ ദൈവം എന്താ ചെയ്യുന്നതെന്ന് അറിയണം. You have to know what your God is doing for യോബ് you, വിളിച്ചു പറയുന്ന പദം ശ്രദ്ധിക്കണം. and you have to listen to the words what Job എന്റെ says. ശ്വാസത്തെ നിന്റെ കടാശം കൊണ്ട് പരിപാലിക്കുന്നു. And you have protected my breath by your ഇന്ന് visitation. പകലിൽ നമ്മുടെ മൂക്കിനകത്ത് ശ്വാസമുണ്ടല്ലോ അല്ലേ? Oh, we have breath in our nostrils. യോബ് പറയുകയാണ്, വചനം പറയുകയാണ്, ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് അവൻ നമ്മുടെ ശ്വാസത്തെ He പരിപാലിക്കുന്നു. says that with your visitation you preserved my breath. നമ്മൾ യാത്ര ചെയ്തില്ലേ? Oh, we go for journey. നമ്മൾ ഡ്രൈവ് ചെയ്തില്ലേ? We travel and we drive. നമ്മൾ എവിടെയൊക്കെ പോയി, Wherever we went, നമ്മുടെ ശ്വാസത്തെ പരിപാലിച്ചത് നമ്മുടെ മിടുക്കല്ല. it is not our own strength that we protected our breath. അതുകൊണ്ട് തന്നെ ഓരോ ആയുസ് കിട്ടുമ്പോഴും സന്തോഷിക്കണം, ദൈവത്തിന് നന്ദി പറയണം. Therefore you should be always giving thanks for every age that God gives you. നിന്റെ കടാശം കൊണ്ട് നീ എന്റെ ശ്വാസത്തെ പരിപാലിച്ചല്ലോ. Oh, by thy visitation thou preserved my spirit. ഇവിടെ ഇരിക്കലും പ്രിയ കുടുംബങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കണം. Oh, my dear brothers and sisters, you should pray like this. കർത്താവേ, എന്റെ ഹസ്ബൻഡിനെ അവിടുന്ന് പരിപാലിക്കണമേ. Oh, you protect my husband. എന്റെ ശ്വാസത്തെ അങ്ങയുടെ കടാശം കൊണ്ട് പരിപാലിക്കണമേ. Oh, you protect but through your visitations their spirit. എന്റെ മക്കളുടെ ശ്വാസത്തെ അവിടുത്തെ കടാശം കൊണ്ട് പരിപാലിക്കണമേ. Oh Lord, protect the spirit of my children through it by ഇന്ന് പകലിൽ എത്ര visitation. പേരൊന്ന് പ്രാർത്ഥിക്കും? എത്ര പേർ പ്രാർത്ഥിക്കും? How many people can pray? ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ. പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം പറയുന്നു. And this is how the Holy Spirit is guiding me നിങ്ങളുടെ to. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചേ. Oh, can you pray for your husband? നിങ്ങളുടെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. Can you pray for your wife? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. Can you pray for your children? എന്റെ ദൈവമേ, നിന്റെ കടാശം കൊണ്ട് അവരുടെ ശ്വാസത്തെ പരിപാലിക്കണമെന്ന് ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചേ. Oh, can you pray that with thy visitation protect the spirit, O Lord? ഒരു അനർത്ഥം തൊടാതെ, Oh, neither any problems ഒരു come into. ദോഷവും വരാതെ There should not be anything that coming അവരുടെ against them. ശ്വാസത്തെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കാം. Can you pray that, O Lord, protect their breath and the spirit? ഇന്ന് പകലിൽ അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ചേ. Oh, can you open their mouth and pray? Lord, protect them. Protect them. Protect them. Protect them. Protect them. Protect them. ഏജിന്റെ പകുതി തീർന്നു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God doesn't want that you should be finished in the mid of your age. എൻ്റെ കുഞ്ഞെ, പകുതി വെച്ച് തീർന്നു പോകാനല്ല ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പ്ലാന്. My dear brothers and sisters, God's plan is not to finish off your life in the middle of your age. പ്രാർത്ഥിക്കുക, ദൈവമേ, അങ്ങയുടെ കടാക്ഷം കൊണ്ട് എൻ്റെ ശ്വാസത്തെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുക. Can you all say that, oh Lord, with thy visitation, can you protect my breath, my spirit? പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സഭകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സംഭവം. And these are the things that is happening in the churches of, especially in the Pentecostal churches. അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. And the accidents and the problems are coming one after the other. പകുതി വെച്ച് പലരും തീർന്നു പോകും. And there are many people who are finishing off in the middle of the age. And I pray for the Exodus Church. And let us all pray for the Exodus Church. ഇതിനകത്തെ ഒരാൾ പോലും, Not even one person. ഒരാൾ പോലും Not even one person. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കാതെ പോകത്തില്ല. Without fulfilling the purpose of God, he will not pass away. പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ, പ്രാർത്ഥിക്കേ. ഭാര്യമാർ ഭർത്താവിന് വേണ്ടി, ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. നിങ്ങൾ ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ദേശത്ത് ഞാനായിരിക്കുന്നു,
അങ്ങയുടെ കടാക്ഷം കൊണ്ട് എൻ്റെ ശ്വാസത്തെ പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കേ. നിങ്ങളുടെ അതിരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് പകലിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിന്റെ കരുണ ഇന്ന് പകലിൽ വെളിപ്പെടും. The grace of the Lord will come on those who will pray for like that. അങ്ങനെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിന്റെ നീതി ഇന്ന് പകലിൽ വെളിപ്പെടും. The righteousness of God will come to those people who pray like that. ഇന്ന് പകലിൽ അതിനെതിരെ വെല്ലുവിളിച്ച് നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ആധിപത്യങ്ങളും എല്ലാ പൈശാചിക മണ്ഡലങ്ങളും ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്യുന്നു. Amen and amen. Thank you Jesus. കർത്താവ് അങ്ങനെ ചെയ്തതിന് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ നോക്കുക, എന്നെ ആ ഒരു നിയോഗത്തോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പോയത്. ആമേൻ. അപ്പം യോബ് പറയുകയാണ്, എൻ്റെ ശ്വാസത്തെ ദൈവമേ നീ പരിപാലിക്കുന്നു. And Job says, the Lord protect my spirit. അപ്പോൾ തന്നെ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു മനോഹരമായ ഒരു വാക്യമുണ്ട്. And there is a beautiful verse in Psalms. അത് 139 സങ്കീർത്തനം 13 വാക്യമാണ്. 139 verses 13 we read. ഇങ്ങനെയാണ് വായിക്കുന്നത്, നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. 14 വാക്യം, ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. For you created my inmost being. You knit me together in my mother's womb. I praise you because I am fearfully and wonderfully made. Hallelujah. Your works are wonderful. I know that full well. അപ്പോൾ എന്നെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? How did God create me? ഭയങ്കരവും അതിശയകരവുമായി. And he created me fearfully and wonderfully. എന്നിട്ട് ഒരു കാര്യം കൂടെ പുള്ളി ആഡ് ചെയ്യാണ്, അതെന്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. And he adds more that I know fully well. അറിയണം, I know it. അറിയണം. And I should know. കളർ കുറഞ്ഞാൽ പരാതിപ്പെടരുത്. And when the color goes away, you should never complain. ദൈവത്തോട് പരാതിപ്പെടരുത്. You should not complain to God. അത്ഭുതകരമായി എന്നെ സൃഷ്ടിച്ചത്. He has fearfully and wonderfully created me. ഇന്ന് പകലിൽ പരാതിപ്പെട്ട് ഇരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയാം. I'm going to tell to those people who are complaining. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ഭയങ്കരമായി വെളിപ്പെടും. God's work will come in a wonderful way. അതിശയകരമായി വെളിപ്പെടും. And he will come wonderfully. ഒരു ആത്മനിയോഗത്തെ ഞാൻ ആ ദൂത് കൈമാറുകയാണ്. And I am telling you in the Holy Spirit. രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ദൂത് പറയുന്നു. God's Spirit is speaking to those who are praying in secret. ഇന്ന് പകലിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഭയങ്കരമായ അതിശയകരമായ ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കും. And you can see God's work miraculously and wonderfully in your life. അതൊരു പക്ഷേ നിനക്ക് അജ്ഞാതമാണ് കുഞ്ഞേ. Oh, maybe this is not known to you, my beloved. എന്നാൽ രഹസ്യത്തിൽ നിനക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. But in the secret there is a God who is operating നീ for you. അതിന്റെ റിസൾട്ട് മാത്രം കണ്ടാൽ മതി. You just have to see and know the result. കഴിഞ്ഞ ദിവസം യോസെഫിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തു. And I did a video on Joseph. ഒത്തിരി പേര് മെസ്സേജ് അയച്ചു. And so many people messaged me. തകർന്നിരിക്കുന്ന ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്തു. And there were many people who were really saddened. They called me up or they messaged me. അവിടെ എല്ലാം അവർ പറയുന്ന ഒരൊറ്റ കാര്യം. In everything that this is the one thing that's said. പാസ്റ്ററെ, ഞങ്ങൾ എന്താ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. We don't know why we were going through this. കാരണം ഒന്ന് കഴിഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവാ. And one after the other, it is ആ coming. മെസ്സേജ് ഞങ്ങളെ ഒത്തിരി ചലഞ്ച് ചെയ്തു. And this was a challenge for us. ഇന്ന് പകലിൽ ഒരു കാര്യം ഞാൻ പറയാം. One thing I want to tell. ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അവന്റെ നിലവാരത്തിനനുസരിച്ചാണ്. And his miracle works is based on how great he is. ദൈവത്തിന്റെ അപ്രമേയ ജ്ഞാനത്തിനകത്ത് നിന്നാണ് ദൈവം ചെയ്യുന്നത്. His abundance knowledge is according to that is what he does. ദൈവത്തിന്റെ ആലോചനയിൽ നിന്നാണ് അവൻ കാര്യങ്ങളെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. And he operates based on his wisdom. അവ നമുക്കൊരു പക്ഷേ എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. Maybe that we cannot even reach that high. എന്നാൽ നടക്കുന്നില്ലെന്നുള്ളതല്ല അതിന്റെ അർത്ഥം. That doesn't mean it is not happening. നിന്റെ ബുദ്ധിക്ക് അത് അജ്ഞാതമാകുഞ്ഞേ. Oh, that is unknown to you, my beloved. എന്നാൽ നിനക്ക് വേണ്ടി ഒരു കരം ചലിക്കുന്നുണ്ട്. There is a hand that is working behind you. വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. Hallelujah. Thank you, Jesus. ഒരു പക്ഷേ നമ്മുടെ സമയത്തിലല്ലായിരിക്കാം. Maybe it is not according to our time. ദൈവത്തിന്റെ സമയത്തിനകത്താണ്. It according to his time. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. There was a time
for me. ഞാൻ മിനിസ്ട്രിയിൽ ഇറങ്ങിയ കാലഘട്ടം. The time when I started came to a ministry. ഇന്ന് 19 വർഷമായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നിട്ട് This has been 19th year when I stepped out for a ഒരു ministry. സമയം കൊണ്ട് കൂൺ പൊട്ടി മുളയ്ക്കുന്നത് പോലെ വന്നതല്ല ഞാൻ. And it is not that I just came out like that. 19 വർഷം കഴിയുക, ഈ 2006 20 വർഷമാവും. 19 years is going to finish. 2006 മുതൽ 12 വരെയുള്ള ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. 2006 മുതൽ 12 വരെയുള്ള കാലഘട്ടം. Until 2012 I had a time period. ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണ കാലഘട്ടം ഉണ്ടായിരുന്നു. There was a time when I was crying and praying. എൻ്റെ ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത കാലഘട്ടം. There was a time where I didn't know what my ministry was. ദൈവമേ നീ എന്നെ വിളിച്ചോ എന്ന് പോലും, എന്നെ തള്ളിക്കളഞ്ഞോ എന്ന് പോലും ചോദിച്ച. There was a time that I asked the Lord, did you call me or did you forsake me? കാരണം എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. Because I didn't know that how to preach. എനിക്ക് പാടാനൊന്നും അറിയത്തില്ല. And I don't know how to sing. ഈ ഞാൻ പറയുന്നത് സത്യമാണ്, അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ കറക്റ്റ് ചെയ്യും. And if it is not correct, my parents will. ഞാൻ ഒരു പോപ്പുലറോ ഒന്നുമല്ല. And this is not, I'm not so popular or something like എന്നെ that. ആരും ശുശ്രൂഷിക്കാൻ ക്ഷണിക്കത്തില്ലെന്ന് എനിക്കറിയാമായിരുന്നു. I knew that nobody will call for ministry. ഞാൻ എന്തിനാ തെരഞ്ഞെടുത്തതെന്ന ചോദ്യം എൻ്റെ മുൻപിൽ നിന്നു. And there was a question that why should I come for this? ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. There was a time for me. എന്നാൽ ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയാൻ But പറ്റും. when I turn today and I understand. ആ ഒരു ബ്ലാങ്കറ്റ് പീരീഡിൽ ദൈവം ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയായിരുന്നു. And in that blanket period, God was just training me in ഞാൻ it. പോലും അറിയാതെ ദൈവം എൻ്റെ പിന്നാമ്പുറത്ത് ചിലത് ഓപ്പറേറ്റ് ചെയ്യുകയായിരുന്നു. Without my knowledge, God was working behind ഇന്ന് me. പകലിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇവിടെ ദൂതി ഞാൻ വിളിച്ചു പറയാം. And let me tell you and call it out with my own testimony. പലതും നിന്റെ കണ്ണിന് മറവാണ്. Many things are not known to പലതും you. നിന്റെ ബുദ്ധിക്ക് മറവാണ്. And many other things that is not knowledgeable പലതും to നിനക്ക് you. മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. Oh, maybe you didn't understand എന്നാൽ it. ഒരു കാര്യം ഞാൻ പറയാം. But let me tell you something. രഹസ്യത്തിൽ നിനക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. In secret there is a God that operates for you. കാറ്റ് കണ്ടില്ലെന്ന് വരും. Maybe the wind is not known. ഗർഭത്തിൽ ഉദരത്തിൽ ഉരുവാകുന്ന അസ്ഥികൾ എങ്ങനെയെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്ന് വരും. Maybe you don't know the knowledge of the bones, how they grow in the womb. എന്നാൽ ശലോമോൻ വിളിച്ചു പറയുകയാണ്. But here is the Solomon ഒരു calling ദൈവ out. പ്രവൃത്തിയുണ്ട് നിശ്ചയം. There is a God's miracle work, that's for sure. 2012 കഴിഞ്ഞ് കർത്താവ് And എൻ്റെ അവസ്ഥയെ മാറ്റി. after 2012, God changed my position. ഞാൻ എവിടെയോ എന്തോ ഒരു ചെറിയ മീറ്റിംഗിന് ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, And when I was in a ministering a meeting, ഒരു കർത്താവിന്റെ ദാസനോട് സാധാരണമായ ഒരു ഫേവർ തോന്നി. and there was a favor towards me from a pastor. കർത്താവിന്റെ ദാസൻ എന്നെ കൂടെ കൂട്ടി. And the pastor took me along with him. ഒരു ഇൻഡിപെൻഡന്റ് സഭയായിരുന്നു. And this was an independent ഒരു church. ചെറിയ ചർച്ചായിരുന്നു. It was a small church. ഒന്ന് പാടാനൊന്നും അറിയത്തില്ല. And I didn't know how to sing. ഈ പാടാൻ അറിയാത്തവരെ ആരും സ്റ്റേജിൽ കയറ്റത്തില്ല. And those people don't know how to sing, they will not be on the ശുശ്രൂഷിക്കാൻ stage. അറിയാത്തവർക്ക് സ്റ്റേജ് ഇല്ല, അതറിയാവോ? And do you know that if people are not in the ministry, they will not be in the stage. നമ്മൾ എവിടെയെങ്കിലും പുറകെ പോയിരുന്നോണം. And you should be standing somewhere in the behind. എന്നാൽ ഈ ദൈവദാസൻ ഒരു റിസ്ക് എടുത്തു. And this pastor took a risk. എന്നെ മുന്നോട്ട് വിളിച്ചു. And he called me എനിക്ക് forward. അവസരങ്ങളെ ഒരുക്കി. And he gave me an opportunity. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. And it was very difficult. എന്നാൽ കൂടെ നിന്ന് എന്നെ കൈപിടിച്ച് നടത്തി. And he caught me and made me to walk. പിന്നത്തേതിൽ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. And afterwards nothing can be എന്നാൽ turned back. താഴ്ചകൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. I'm not telling that I don't have the differences. തിരിച്ചടികൾ ഉണ്ടായില്ലെന്നല്ല ഞാൻ പറയുന്നത്. I'm not saying that there was no problems. അതെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും And if it was those things happened, ദൈവപ്രവൃത്തി നിന്നു പോയില്ല. God's work never stopped. ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴും ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു. When I stand here, I know one thing for sure. ഞാൻ പോലും അറിയാതെ പിന്നാമ്പുറത്ത് ദൈവം എനിക്ക് വേണ്ടി ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട്. Without my knowledge, God's work is still happening behind the ഇന്ന് scene. പകലിൽ വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് How many ഇരിപ്പുണ്ട്? people can believe that in faith? അടുത്തിരിക്കുന്നവർ ആമേൻ പറയുന്നുണ്ടോ എന്ന് നീ നോക്കരുത്. You should not think that who is saying amen ഇന്ന് beside പകലിൽ ഈ you. ദൂത് നീയുമായി കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, And if it is connecting this message within ഇന്ന് you, പകലിൽ ആമേൻ പറഞ്ഞോണം. oh, you should say amen for നീ that. പോലും അറിയാതെ നിനക്ക് വേണ്ടി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് ദൈവം. Without your knowledge, God's work is happening behind the scene. ഹല്ലേലൂയ. Hallelujah. Glory to God. യിരെമ്യാ പ്രവചന പുസ്തകത്തിൽ നമ്മളിങ്ങനെ ഒരു പേര് നമ്മൾ കാണുന്നുണ്ട്. And there's a name in Jeremiah. ആ പേരിങ്ങനെയാണ്, കോരശ് എന്നാണ് പേര്. And the name of the pair is Koresh. ഈ കോരശ് ജനിക്കുന്നതിന് 200 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം യിരെമ്യാവിനോട് പറഞ്ഞൊരു പേരാണ് കോരശ്. And 200 years before,
God said to Jeremiah this particular name called Koresh. ദൈവം പറയുകയാണ്, കോരെഷിന്റെ 1-ാം ആണ്ടിൽ കോരെഷിന്റെ മനസ്സിനെ ഞാൻ ഉണർത്തും. And I will waken the Koresh's mind and heart. 1-ാം ആണ്ടിൽ ഞാൻ ഉണർത്തും. In the first days I will be. എപ്പോഴാണ് പറയുന്നത്? When did he say? 200 വർഷങ്ങൾക്ക് മുമ്പ്. 200 years before. ദൈവത്തിന് പേര് തെറ്റിയില്ല. God didn't mistake the name. പ്രവചനത്തിന്റെ 200 വർഷങ്ങൾക്കിപ്പുറം. And after the prophecy of 200 years later, ജാതീയനായ ഒരു രാജാവ് എഴുന്നേൽക്കുകയാണ്. there is a king from Gentile. അവന്റെ പേര് കോരെഷ് എന്നാണ്. And his name is Koresh. അവന്റെ അമ്മയും അപ്പനും ജാതീയരാണ്. And we can say his father and mother are Gentiles. അവർക്കും പേര് തെറ്റിയില്ല. And for them the name didn't അവർക്ക് mistake. ജനിച്ച ആൺപൈതലിന് കോരെഷ് എന്ന് പേരിട്ടു. And the son was given the name Koresh. ദൈവം അവനെ അവിടെ വാഴിക്കുകയാണ്. And here is God reigning him. എന്തിനാണ് നീണ്ട കാലഘട്ടം അടിമത്തത്തിൽ കിടക്കുന്ന അവന്റെ ജനത്തെ വിടുവിക്കാൻ? Because he wants God to deliver his people who were there in slavery. എന്താ ഈ ദൂതിന്റെ പ്രത്യേകത എന്ന് പറയട്ടെ? Do you know what is the special aspect of this പതിറ്റാണ്ടുകൾക്ക് promise? മുൻപ് ദൈവം പറഞ്ഞ ദൂത് അവിടെ നിറവേറി. Many years ago, what God has promised him, God came to fulfill it. ദൈവത്തിന്റെ പേര് തെറ്റിയില്ല കേട്ടോ. God didn't have any mistake in his name. അവന്റെ പേര് കോരെഷ്. His name is Koresh. ഇത് പറഞ്ഞപ്പോൾ യിരെമ്യാവിന് കോരെഷ് ആരെന്ന് അറിയത്തില്ല. And when he was prophesying, he didn't know who this person was. ഇവൻ അവിടെ ഉണ്ടോ എന്ന് അറിയത്തില്ല. He never knew that he was there. ഒരു ജാതീയ രാജാവ് വരുമെന്ന് അറിയത്തില്ല. He never knew there was a king from Gentile will come. അങ്ങനെയുള്ള ഒരു സാഹചര്യവും അന്നില്ല നിലവില്. There was no situation like that before. എന്നിട്ടും ദൈവം അവനോട് പറയുകയാണ്. But the God is saying through him. ഇതാണ് എൻ്റെ ദൈവത്തിന്റെ പ്രത്യേകത. And this is the speciality about my God. ഇന്ന് പകൽ വിശ്വസിക്കാൻ എത്ര പേർക്ക് How കഴിയുന്നുണ്ട്? many people can believe? നീണ്ട പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം പറഞ്ഞ പ്രവചന നിവർത്തി Many years ago, what God has prophesied, അവിടെ നിറവേറുകയാണെങ്കിൽ, and if it is coming to fulfill, ഇന്ന് പകൽ നിന്റെ തലമുറയോട് പറഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തി, all the promises that is said to your നിന്നോട് generation, പറഞ്ഞ ദൈവത്തിന്റെ പ്രവൃത്തി, all the promises that was told to നിന്റെ you കണ്ണടയുന്നതിന് മുന്നേ before you close your അവൻ eyes, തെളിയിച്ചിരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? he will surely come to pass. വിശ്വസിക്കുന്നവന് വേണ്ടി ഇന്ന് പകൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടുകയാണ്. Oh, God's grace is going to come for those who believe. Hallelujah. Glory to God. നോക്കുക, ദൈവത്തിന്റെ പ്രവൃത്തി നീണ്ട പതിറ്റാണ്ടുകൾക്കിപ്പുറം ദൈവം ചെയ്യുന്നു. Here is God doing miracle work after so many years. ഇന്ന് പകലിൽ ഒരു കാര്യം വിശ്വസിച്ചോണം. Oh, you have to believe one thing. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കാര്യപരിപാടി തുടങ്ങിയത്, Oh, where the works about us, God started along. ഈ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നിട്ടല്ല. It is not when you were born. അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ, Even before you were born in അല്ല, the womb. ലോക സ്ഥാപനത്തിന് മുൻപേ Oh no, it is maybe before the foundation of the അവൻ earth. നമ്മളെ കണ്ടു. He saw us. ഇന്ന് പകലിൽ വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്? How many people can believe? അതിരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം Let's ചെയ്താട്ടെ. praise God and see. അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Let us all praise God and sing. അല്പനിമിഷം എല്ലാവരും 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 അല്പനിമിഷം കർത്താവിനൊന്ന് സ്തോത്രം ചെയ്തേ. കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുക, കണ്ണുനീരിൻ്റെ താഴ് എന്താ ശലോമോനെ നീ ഇങ്ങനെ പറഞ്ഞത്? Why Solomon did you say like that? ദൈവസന്നിധിയിൽ ഞാൻ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു. And I asked these questions. എന്താ ഇങ്ങനെ ശലോമോൻ പറയാനുള്ള കാര്യം? Why did Solomon say like this? ഇതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ലെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? And if I don't understand, what does that mean? അതിന്റെ ഒറ്റ ഉത്തരമേ ദൈവത്തിന് പറയാനുള്ളൂ. There is only one answer to that. ദൈവപ്രവൃത്തികളൊന്നും നമ്മുടെ പരിധിയിൽ നിൽക്കുന്നില്ല. It is not in our boundary. ദൈവത്തിന്റെ പ്രവൃത്തികളൊന്നും നമ്മുടെ പരിധിക്കകത്തല്ല. God's work doesn't stand inside the നമ്മുടെ ഉയർച്ചയും നമ്മുടെ വളർച്ചയും കിടക്കുന്നത് മനുഷ്യന്റെ കരത്തിലല്ല. Our greatness or the way how we progress is not based on us. അത് ദൈവത്തിന്റെ കരത്തിലാണ്. And it is in the hands of the Lord. വിശ്വസിക്കാൻ പറ്റുമോ? Can we believe? വിശ്വസിക്കാൻ പറ്റുമോ? Can you believe? എൻ്റെ ഉയർച്ചയും എൻ്റെ വളർച്ചയും ദൈവത്തിന്റെ കരത്തിലാണ്. My growth and my progress is in the hands of the God. Thank you, Jesus. വീടിനകത്ത് ആരെങ്കിലും അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാൽ ഒരു വാദത്തിന് പോലും സമ്മതിച്ചു കൊടുക്കരുത്.
And if somebody says the things that is not to be said in the word, you should never agree on that. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ആരെങ്കിലും വീട്ടിനകത്ത് അവിശ്വാസത്തിന്റെ ഒരു വാക്ക് പറഞ്ഞാൽ ഒരു വാദത്തിന് പോലും അത് സമ്മതിച്ചു കൊടുക്കരുത്. And if there is anybody who speaks unbelief word in the house, you should not agree with that. അത് സ്നേഹിതനാകട്ടെ, ഉറ്റ സഖിയാകട്ടെ, ആരാകട്ടെ, അവിശ്വാസത്തിന്റെ വാക്ക് വീട്ടിനകത്ത് പറഞ്ഞാൽ സമ്മതിക്കരുത്. And if it is a friend or it's a very no close friend of yours, never agree if he is or കാരണം നീ she is സമ്മതിച്ചു കൊടുക്കുമ്പോൾ unbelief. പറയുകയാണ് അവൻ ദൈവത്തെക്കാൾ വലിയവനെന്ന് നീ സമ്മതിച്ചു കൊടുക്കുക. And if you really agree with him, then you are saying that he or she is bigger than God. അതിനെ അവിടെ ക്യാൻസൽ ചെയ്തോണം. You should cancel it right there. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി നീ അറിയുന്നില്ല. Because you don't know what God's work കാരണം അത് is. നിന്റെ പരിധിക്കകത്തല്ല കുഞ്ഞേ. Because that is not in your boundary. നിന്റെ പരിധി വിട്ടാണത്. That's beyond your boundaries. പറഞ്ഞു കൊടുക്കണം അന്നേരെ. You have to tell it round to him. പറയരുതെന്ന് പറയണം. You should tell to the person not to tell. പറയരുതെന്ന് പറയണം. You should say not to tell. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ പറയണം, അന്ന കാറ്റ് എവിടെ നിന്ന് വരുന്നെന്ന് പറയണം. And then when they say, you should ask, tell where that wind comes from. ഉദരത്തിൽ ഗർഭിണിയുടെ ഉദരത്തിൽ ഉരുവാകുന്ന അസ്ഥികൾ എവിടെ നിന്നാണെന്ന് പറഞ്ഞു തരാൻ പറയണം. You should say, how does the bone grow in the womb? അങ്ങനെയാ ദൈവപ്രവൃത്തി എന്ന് പറഞ്ഞു കൊടുക്കണം. And you should tell him that's how the God's work is. അവിശ്വാസത്തിന്റെ വാക്കിനെ ക്യാൻസൽ ചെയ്യണം. You should cancel any unbelief words. Glory to God. Hallelujah. ഇന്ന് പകല് വിശ്വസിക്കുക. Just believe. ദൈവം നിന്നെ ഒരു വലിയ പർപ്പസിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. Your God has called you with a great purpose. Hallelujah. Hallelujah. ഇവിടെയുള്ള എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളൊക്കെ പലപ്പോഴും പ്രാർത്ഥിക്കാനായി വിളിക്കുമല്ലോ. നിങ്ങളൊക്കെ അവിടെ എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, മോളെ നീ വിശ്വസിക്കേ. When the brothers and sisters call me, then every time I say, beloved, you pray. You are not an accident. Hallelujah. നിങ്ങളൊരു ആക്സിഡന്റ് ആയിട്ടല്ല വന്നത്. You are not an accident, and you are not accident when you came. ഇവിടെ വന്നതിന് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. And there is a miracle work. എക്സോൾട്ടഡ് ചർച്ചായി നിങ്ങൾ കണക്ട് ചെയ്തത് ദൈവത്തിന്റെ പദ്ധതിയാണ്. And it is God's work that you have connected to the Exalted Church. ഇവിടെ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ല കേട്ടോ. And no believe it. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകം കൂടെ 42-ാം അധ്യായം കൂടെ വായിച്ച് നമ്മൾ ഇന്ന് പകൽ അല്പനിമിഷം ദൈവത്തെ ആരാധിക്കാൻ പോവാണ്. We are just going to worship after reading Job chapter 42. അതിന്റെ 2 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. And this is what it says from 2 to 3. കാരണം അതുകൂടെ പറഞ്ഞില്ലെങ്കിൽ ഈ ദൂത് തീരത്തില്ല. And if I don't tell, then this message will not be finished. ഇങ്ങനെയാണ് യോബ് പറയുന്നത്. This is what he says. നിനക്ക് സകലവും കഴിയുമെന്ന്. I know that you can do all things. നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. No purpose of yours can be thwarted. അറിവ് കൂടാതെ നിന്റെ ആലോചനയെ മറിച്ച് കളയുന്ന ഒരുവൻ ആര്? You asked, who is that obscures my plans without the knowledge? എനിക്ക് അറിഞ്ഞു കൂടാതവണ്ണം അത്ഭുതമേറിയത് ഞാൻ തിരിച്ചറിയാതെ. Surely I spoke of things I did not understand, things too wonderful for me to know. തിരിച്ചറിയാതെ പറഞ്ഞു പോയി. Oh, unknowingly I said it. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൈവമക്കളോട് ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്നു. And today the Holy Spirit is really provoking our dear brothers to say. ദൈവസന്നിധി തിരിച്ചറിയാതെ എന്തെങ്കിലും വാക്കുകൾ നിങ്ങൾ ഉരുവിട്ടെങ്കിൽ, And if you have said any words without understanding, ദൈവസന്നിധി നിരപ്പ് പ്രാപിച്ചിട്ട് പോകണം. you have to ask for forgiveness for those. ആത്മാവ് വളരെ എന്നെ ഹേമിച്ചതുകൊണ്ട് ഞാൻ ഈ വാക്യം എടുത്തത്. And this is the word that God's Spirit told to me that you to reconcile. യോബ് പറയുകയാണ്, Job is saying, ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു. unknowingly I didn't understand. ഇന്ന് പകലിൽ എന്തെങ്കിലും പറഞ്ഞു പോയെങ്കിൽ, If there is any word that you said, ദൈവസന്നിധി നിരപ്പ് പ്രാപിക്കുക. oh, reconcile with God. തിരിച്ചറിയാതെ പറഞ്ഞു പോയി കർത്താവേ. Or if you did not understand it, എന്നെക്കുറിച്ച്, എൻ്റെ തലമുറയെക്കുറിച്ച്, about me and my generation, കുടുംബത്തെക്കുറിച്ച്, according for my family, എൻ്റെ ഭാവിയെക്കുറിച്ച് about my future, ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു. I didn't understand. എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. Oh, say that, Lord, forgive me. ഒന്ന് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? How many people are there who can tell it? ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Can we all stand up in the presence of the Lord? Glory to God. അവിശ്വാസത്തിന്റെ പല വാക്കുകൾ ദൈവസന്നിധിയിൽ പറഞ്ഞെങ്കിൽ, If you have told any unbelief words in the presence of the Lord, ദൈവസന്നിധി പറയണേ, കർത്താവിനോട് ക്ഷമിക്കണേ. can you say that, Lord, forgive me? കുഞ്ഞുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് എനിക്ക് പറയണേ, കർത്താവിനോട് ക്ഷമിക്കണേ. If you have told anything about your children, say, forgive me. ദൈവസന്നിധിയിൽ ഒന്ന് നിരപ്പ് പ്രാപിച്ചേ.
ഫ്രസ്ട്രേഷനിൽ കൊണ്ട് പലതും തിരിച്ചറിയാതെ നമ്മൾ പറഞ്ഞു പോകും. പകലിൽ ദൈവപ്രവൃത്തിയുടെ എല്ലാ സ്റ്റെപ്പുകളും നിങ്ങൾ അറിയണമെന്ന് ശഠിക്കരുത്. പലതും നമ്മുടെ അറിവിന് പരിധിയുള്ളതാണ്. എന്നാൽ അതിൻ്റെ എൻഡ് റിസൾട്ട് അത് മാത്രം നിങ്ങൾ നോക്കേ. ഒരു പക്ഷേ പൊട്ടക്കിണർ വരും, ഒരു പക്ഷേ അടിമ കച്ചവടക്കാർക്ക് വിൽക്കും, ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കും. അവിടെയൊക്കെ യോസേഫ് ദൈവത്തോടൊന്നും പറഞ്ഞില്ല കേട്ടോ. പക്ഷെ അന്നും യോസേഫിനെ മുന്നോട്ട് നയിച്ചത് യോസേഫ് കണ്ട ഒരു ദർശനാണ്. ഒരു ദിവസം വരുന്നുണ്ട്, എന്നെ എൻ്റെ സഹോദരന്മാർ നമിക്കുന്ന ഒരു ദിവസം. ഇന്ന് കഷ്ടതയാണ്, ഇന്ന് വേദനയാണ്. ഞാൻ പോലും അറിയാത്ത വിഷയത്തിനകത്ത് ഞാൻ അകപ്പെട്ടു പോയി. ഒരു നിരപരാധിയായിട്ട് ഞാൻ ജയിലിൽ കിടക്കുക. അവിടെയും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. ഭക്തൻ താൻ കണ്ട ആ ദർശനത്തിന് വേണ്ടി അവൻ കാത്തിരുന്നു. നിരാശയിലാണ്ടുപോയ ചിലരോട്, ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ പാടുപെടുന്ന ചിലരോട് പകലിൽ ആത്മാവ് പറയുന്നു, നിന്റെ കണ്ണിന് മറവായിരിക്കുന്ന ചിലത് ദൈവം ബിഹൈൻഡ് ദ സീൻ ചെയ്യാം. ഭാരപ്പെടരുത്, നിരാശപ്പെടരുത്, ഒട്ടും പിന്നോട്ട് പോകരുത്, ഒട്ടും പോകരുത്. ദൈവത്താ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താ സാധ്യമേ എല്ലാം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുക, കാറ്റിന്റെ ഗതി എനിക്കറിയത്തില്ലേ. അവനെ പോലെ ജ്ഞാനമുള്ളവർ ഈ ഭൂമിയിൽ ആരുമില്ല. അവൻ ചോദിച്ചത് ജ്ഞാനമായിരുന്നു, ദൈവം കൊടുത്തു. ആ ജ്ഞാനികളിൽ ജ്ഞാനിയാവെ ചോദിക്കുക, ഈ കാറ്റിന്റെ ഗതി എനിക്കറിയത്തില്ലേ. ഗർഭിണിയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ആ ബോൺസിനെ കുറിച്ച് എനിക്കറിയത്തില്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ അറിയുന്നു, ഒരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്, ഒരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട്. എൻ ദൈവത്താ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താ സാധ്യമേ എല്ലാം.